കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. സാമൂഹിക വിലക്കുകൾക്ക് മുകളിലൂടെ ഓടുന്ന വില്ലുവണ്ടി പൊതു ഇടങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന സ്വാതന്ത്ര്യബോധം ഒരു അവകാശ പ്രഖ്യാപനമായി കേരളം തിരിച്ചറിഞ്ഞിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്തായി എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടിരുന്ന കെട്ടകാലത്ത് നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. നമസ്കാരം, ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഞാൻ എന്നെ മുഹമ്മദ് കുട്ടി. പലപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന സവർണ ജാതീയത പൊതു ഇടങ്ങളിൽ ഇപ്പോഴും പൊളിച്ച് തികട്ടിയെത്താറുണ്ട്. എന്നാൽ കേരളം അതിൻ്റെ നവോത്ഥാന മൂല്യങ്ങളുടെ ശക്തമായ അടിത്തറ നിന്നുകൊണ്ട് അത്തരം പിന്തിരിഞ്ഞ് നടക്കലുകളെ പ്രതിരോധിക്കാനുള്ള പ്രതലം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ജാതീയതയുടെയും സവർണബോധത്തിൻ്റെയും പാരമ്പര്യ ശീലങ്ങൾ പൊതു ഇടങ്ങളിൽ അടക്കം വേർതിരിവിൻ്റെ മതിൽ തീർക്കുവാനുള്ള ശ്രമം ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലും പലപ്പോഴും തലപൊക്കാറുണ്ട്. എവിടെയൊക്കെയോ ഇത്തരം പിന്തിരിപ്പൻ ബോധ്യങ്ങളുടെ തിരിച്ചുവരവിനായി ഒരു കൂട്ടർ ബോധപൂർവം അജണ്ടകൾ നിശ്ചയിക്കാറുമുണ്ട്. തീവ്ര പിന്തിരിപ്പൻ ആശയങ്ങളെ ഭൂരിപക്ഷ വിശ്വാസത്തിൻ്റെ ഏകശില എന്ന നിലയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അവിടെയെല്ലാം പുരോഗമനപരമായ ആശയങ്ങളുടെ ദൃഢമായ പ്രതിരോധം നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നവോത്ഥാന മൂല്യങ്ങളെ ഏറ്റവും പുരോഗമനപരമായി ഏറ്റെടുത്ത കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹ്യ ബോധത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ് മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജയന്തി കടന്നു വരുന്നത്. കേരളത്തിൻ്റെ മണ്ണിനെ ഉഴുതുമറിച്ച് നവോത്ഥാന മൂല്യങ്ങളുടെ വിത്തുപാകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ആദ്യ പതികരിൽ പ്രധാനിയായിരുന്നു അയ്യങ്കാളി. സവർണർക്ക് മാത്രം നടക്കാമായിരുന്ന വഴികളിലൂടെ അയ്യങ്കാളി പായിച്ച വില്ലുവണ്ടി അന്നത്തെ കാലത്തെ ഏറ്റവും തീഷ്ണമായ സാമൂഹിക വിപ്ലവമായിരുന്നു. ദളിതർക്ക് വഴി നടക്കാൻ വിലക്കുണ്ടായിരുന്ന ഒരു കാലത്താണ് സർവ്വ മേൽക്കോയ്മയുടെയും അക്കാലത്തെ ജന്മിത്തിട്ടൂരങ്ങളെയും വെല്ലുവിളിച്ച് അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചത്. ജാതീയമായ വേർതിരിവിൻ്റെ പേരിൽ വലിയൊരു വിഭാഗത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന യാഥാസ്ഥിതിക ശക്തികളെ വെല്ലുവിളിക്കാൻ അയ്യങ്കാളി തീരുമാനിച്ചത് 1893 കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ധീരമായ നീക്കമായിരുന്നത്. എല്ലാ ഭീഷണികളെയും എതിർപ്പുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് വാടകയ്ക്കെടുത്ത വില്ലുവണ്ടിയിൽ അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം അയ്യങ്കാളി നയിച്ചത്. സവർണർക്ക് മാത്രം നിശ്ചയിക്കപ്പെട്ട പൊതുവഴിയിലൂടെ അയ്യങ്കാളി സഞ്ചരിച്ചത് എതിർത്തവരെ കായികമായി ചെറുത്തുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമൂഹിക വിലക്കുകൾക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ വിപ്ലവകരമായ നീക്കമാണ് വില്ലുവണ്ടി സമരം എന്ന് നിസ്സംശയം പറയാം. ദളിതരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന കാലത്ത് വിദ്യാഭ്യാസ അവകാശത്തിനായി അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളും പുതിയ കാലത്ത് ആവർത്തിച്ച് വായിക്കേണ്ടതുണ്ട്. സവർണർ അവരുടെ കുട്ടികൾക്കൊപ്പം പഠിക്കാൻ ദളിത് വിദ്യാർത്ഥികളെ അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെയുള്ള അയ്യങ്കാളിയുടെ പ്രതികരണം കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങളിൽ ഏറ്റവും തീവ്രമായതായിരുന്നു. ദളിത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് അയ്യങ്കാളി 1904 തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗമായി 1905 വെങ്ങന്നൂരിൽ ആദ്യത്തെ കുടിപ്പള്ളിക്കൂടം അയ്യങ്കാളി സ്ഥാപിച്ചു. വിദ്യാലയം ഉയർന്ന അന്ന് തന്നെ സവർണ അതിന് തീയിട്ടു. എന്നാൽ വെല്ലുവിളികളെ അതേ നാണയത്തിൽ നേരിട്ട അയ്യങ്കാളി അത് വീണ്ടും കെട്ടിപ്പൊക്കി. വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിൻ്റെ ഭാഗമായി വിശാലമായ അർത്ഥത്തിൽ വർഗപരമായി അതിനെ അഭിസംബോധന ചെയ്യാൻ അയ്യങ്കാളിക്ക് സാധിച്ചു എന്നത് കാണാതെ പോകാനാവില്ല. വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിനായി കർഷക തൊഴിലാളികളുടെ സമരം പ്രഖ്യാപിച്ച അയ്യങ്കാളിയെ കേരളത്തിൻ്റെ സമര ചരിത്രത്തിന് എങ്ങനെയാണ് മറക്കാനാവുക? അധസ്ഥിതരായ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ സമര പ്രഖ്യാപനമാണ് അന്ന് അയ്യങ്കാളി നടത്തിയത്. കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ പാടത്ത് പണി ചെയ്യാൻ തയ്യാറില്ലെന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. ഇതിനു പിന്നാലെ പ്രമാണിമാരായ ജന്മിമാർ ദളിതരായ തൊഴിലാളികൾക്കെതിരെ മർദ്ദനം അഴിച്ചുവിട്ടു. എന്നാൽ
ഒരു തരം അടിച്ചമർത്തലിനും വഴങ്ങാതെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സമരം തുടർന്നു. ഒടുവിൽ തിരുവിതാംകൂർ ദിവാൻ കൂടി പങ്കെടുത്ത ഒത്തുതീർപ്പ് ചർച്ചയിലാണ് സമരം അവസാനിച്ചത്. ഇതിനു പിന്നാലെയാണ് 1907 വെങ്ങാനൂരിൽ വെച്ച് അധസ്ഥിത വിഭാഗങ്ങളുടെ സംഘടനയായ സാധുജന പരിപാലന സംഘടനത്തിന് അയ്യങ്കാളി രൂപം നൽകിയത്. വിദ്യാഭ്യാസ പ്രവേശനമായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണ ലക്ഷ്യങ്ങളിൽ പ്രധാനം. ഈ നിലയിൽ കേരളത്തിൻ്റെ പൊതുവഴികളിലും വിദ്യാലയങ്ങളിലും അധസ്ഥിത വിഭാഗങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ ധീരതയോടെ പോരാടിയ വിപ്ലവകാരിയാണ് അയ്യങ്കാളി. പാഠക പുസ്തകത്തിലേക്ക് വരെ യാഥാസ്ഥിക പിന്തിരിപ്പൻ ആശയങ്ങളും ചരിത്രവിരുദ്ധവും അശാസ്ത്രീയവുമായ മിത്തുകളും എത്തിനോക്കി സ്ഥാനമുറപ്പിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അയ്യങ്കാളി ഇല്ലാതാക്കാൻ ശ്രമിച്ച സാമൂഹ്യ ബോധത്തെ വീണ്ടും ഒളിച്ചു കടത്തി നാടിൻ്റെ പൊതുബോധമാക്കി മാറ്റാനുള്ള ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. അയ്യങ്കാളി നടത്തിയ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിൻ്റെ തുടർച്ച വേണ്ടതുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വർത്തമാന കാലത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. യാഥാസ്ഥിതിക പാരമ്പര്യ ബോധ്യങ്ങളെ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര ചൂളയിൽ വേവിച്ചെടുത്ത് വിശ്വാസത്തിൻ്റെ പരിസരത്ത് നിന്ന് വിതരണം ചെയ്യുന്ന ഒരു കാലത്തെ മറികടക്കാൻ കരുത്തുണ്ടാകേണ്ടത് നവോത്ഥാന ആശയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ പല മേഖലകളിലും നവോത്ഥാന കാഴ്ചപ്പാടുകളെയും പുരോഗമന നിലപാടുകളെയും യാഥാസ്ഥിക ചിന്താഗതികൾ കീഴ്പ്പെടുത്തി തുടങ്ങിയിരിക്കുന്ന കാലത്ത് കേരളത്തിലും അതിൻ്റെ വിപുലമായ ശ്രമങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നടന്നു വരുന്നുണ്ട്. അതിന് ഏക തടസ്സമായി നിൽക്കുന്നത് അയ്യങ്കാളി അടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉഴുതുമറിച്ച് വിതച്ച സാമൂഹ്യ ബോധങ്ങളുടെ വേരിൻ്റെ കരുത്താണ്. അതിനാൽ കേരളത്തിൻ്റെ നവോത്ഥാന പുരോഗമന ഇടങ്ങളെ ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇനി ഉണ്ടാവുക എന്ന് വ്യക്തമായി കഴിഞ്ഞു. അതിനെതിരെ കേരളീയ പൊതുസമൂഹം പുലർത്തേണ്ട ജാഗ്രത കൂടിയാണ് അയ്യങ്കാളിയുടെ ജീവിത കാലയളവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി പാഞ്ഞ് സ്വതന്ത്രമായ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പാകത്തിന് വിശാലമായ കേരളത്തിൻ്റെ പൊതു ഇടങ്ങളെ അതേ സാമൂഹ്യ ബോധത്തോടെ നിലനിർത്തേണ്ട വെല്ലുവിളിയാണ് ഇന്ന് നാം ഏറ്റെടുക്കേണ്ടത്.